ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു കൊടുക്കുക. അമ്മയാണെങ്കിൽ വൂഫിയുടെ പുറകെ കണ്ടോ, വൂഫിനെ പിടിച്ചിട്ട് എങ്ങനെയും ഒന്ന് കൂട്ടിലിടണം. അതാണ് അതിൻ്റെ പരിപാടിയിലാണ്. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയരുത്. എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെറുതായിട്ട് ഞാനും അമ്മയും അമ്മയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് അവിടെ ബാക്കിൽ കടിപിടിയാ 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്, ലേഡീസ് ട്രിപ്പ്. അറിയാലോ, ഞാനും അമ്മയും പൊന്നും അപ്പയും കൂടെ പോകുന്ന സമയത്ത് എപ്പോൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു അടി നിർബന്ധമാണ്. ഇറങ്ങുമ്പോൾ തന്നെ തല്ലും പിടിയായിരിക്കും. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ പോണത്. അപ്പം അവർ 2 പേരും എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൻറ്റിമാരാണ് കേട്ടോ. സുനിതാൻ്റെയും ഡാലിയാൻ്റെയും ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഇപ്പോൾ പറയില്ല. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ഇന്ന് രാത്രി. ഞങ്ങൾ ഫ്ലൈറ്റിനല്ല പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്. ഇനി ആൾക്കാർ ചോദിച്ചായിരുന്നല്ലോ, നീ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ടാടി എന്ന് ചോദിച്ചവരോട് പറയാനുള്ളതാണ്, നമ്മൾ ട്രെയിനാണ് പോകുന്നത്. അമ്മ ഇവിടെ ഡ്യൂട്ടിയിലാണ്, വെയിറ്റിംഗ് ഫോർ സുന്ദാമ. ഓക്കെ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങോട്ട് വാ. ഒന്നും പറയാനില്ല. അങ്ങനെ പറയരുത്, ഇങ്ങോട്ട് വാ. എന്താ പറയാനുള്ളത്? സന്തൂർ മമ്മി എന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു ചില വീഡിയോയില്. അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നത്? ഗൈസ്, നിങ്ങൾ ആലോചിക്കണ്ടേ, എനിക്ക് ഇവിടെ നിന്ന് ചളി വരുന്നത് കണ്ട ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റിംഗ് ഫോർ സുന്ദാമ വന്നിട്ട് സുന്ദാനിനെ കാണിച്ചത്. എന്നിട്ട് പിന്നെ ഇന്നത്തെ ട്രെയിൻ ജേണിയാണ്. ഓക്കെ, എങ്ങോട്ടേക്ക് എത്തുന്നുള്ള അവസാനം നമ്മൾ കാണിക്കണമായിരിക്കും. ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ 2ാമത്തെ സ്ഥലമാണ് ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, മൈ ഡാർലിംഗ്, കമോൺ. ഇൻട്രോ ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കമോൺ, ഇനി അമ്മയുടെ ഒരു കുറവേ ഉള്ളൂ. ഊഫിക്ക് സങ്കടാ. ഞങ്ങളാണെങ്കിൽ മുംബൈക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കോഴിക്കോട് സ്പെഷ്യലായിട്ട് വാങ്ങിക്കണമല്ലോ, ഹൽവയും ചിപ്സും അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് ബേക്കറി പോയത്. അപ്പോൾ പോയപ്പോൾ അവിടുത്തെ ഒരു മെയിൻസ് ആണെന്ന് അവൽ മിൽക്ക്. എനിക്ക് അവൽ മിൽക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് കാറിലേക്ക് പോയി. അപ്പോൾ സുന്ദാനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൽ മിൽക്ക്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് അവൽ മിൽക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാഡം എത്തി, നമ്മുടെ പൊന്നു മാഡം എത്തി. മകളോ, എടുത്തു കാണിച്ചു കൊടുക്കട്ടെ? ശരി. നിങ്ങൾ 2 പേരും കൂടെ എന്തായി കാണിക്കണേ? ആഞ്ജനേയ സ്വാമി കാത്തോളനെ. സ്റ്റേഷനിലേക്ക് കയറി ഉടനെ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അമ്മ ഒന്നും പറയണ്ട, ഏത് സമയം ഫോണിലാണ്. ഞാനും സുന്ദാൻ്റെയും കുറച്ച് നേരം കത്തി അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ലോകവിവരവും നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. 3 പേരും കൂടെ, ഇവർ 2 പേരും കൂടെ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന്. അപ്പം ഞാനത് കേട്ടോണ്ടിരിക്കുന്നു. എന്നിട്ടിപ്പം കുറേ കാലത്തിന് ശേഷം അതെ ഇങ്ങനത്തെ ഗോസിപ്പുകളും കുറ്റം പറച്ചിലുകളൊക്കെ കേൾക്കുന്നു. എന്നിട്ടിപ്പം നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയി. കുറ്റം പറയുന്നത് ഇവിടെയാ. ശരി, ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം അറിയാലോ, അതുകൊണ്ട് ചിന്നമ്മേനെ മിസ് ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായിരുന്നു ഇവിടുത്തെ കോൺവെർസേഷൻ. ഓക്കെ, എന്നിട്ട് പിന്നെ കഴിഞ്ഞു, 2 പേരുടെ കഴിഞ്ഞു. ഇനി നമ്മളിപ്പം ഞങ്ങളുടെ ട്രെയിൻ എത്ര മിനിറ്റ് ലേറ്റ്? അമ്മ അരമണിക്കൂർ ലേറ്റ് ആണ്. സോ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് വെറുതെ ഇരിക്കുകയാണ്. ട്രെയിൻ വന്നിട്ട് ഇനി ട്രെയിൻ കാണാം. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ കഠിനമായി അധ്വാനിക്കുന്നൊരു ബാലികയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഒന്നും പറയണ്ട, ഇപ്പം മറിഞ്ഞടിച്ച് താഴെ വീടും. ഒരു ചമ്മിയ മോന്ത എൻ്റെ മുഖത്ത് കാണാം. ഒന്നുമില്ല, സാരമില്ല. നമ്മൾ ഇച്ചിരി ഷോ ഇറക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ചമ്മിപ്പോയെന്നൊക്കെ വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് AC ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ACയിൽ കയറി സീറ്റ് തപ്പാൻ വേണ്ടി നടക്കുവാണ് ഞങ്ങൾ 3 പേരും കൂടി. അങ്ങനെ ട്രെയിൻ കയറി.
എക്സ്ചേഞ്ച് ചെയ്തു. നമ്മുടെ ആണെങ്കിൽ 2 സീറ്റ് ഒരു സ്ഥലത്തും 1 സീറ്റ് വേറെ സ്ഥലത്തുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പം നിറച്ചും ആൾക്കാരാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. പിന്നെന്താ പറയുക, നിറച്ചും ആൾക്കാരെ കേസ്. ഞങ്ങളോട്ട് ആരും കാണത്തില്ല, പക്ഷെ നിറച്ചും ആൾക്കാർ ടി ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തിന്നണം. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സോറി കേസ്, ട്രെയിൻ കയറിയാൽ പിന്നെ തിന്നാണ്ട് വേറെ വഴിയില്ലല്ലോ. തിന്നണം. നമ്മൾ ഫുൾ പാക്ക് ചെയ്ത് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ടി ടി വന്നിട്ട് പോയി. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ നല്ല സുന്ദരനായിട്ടുള്ളൊരു ടി ടി ആയിരുന്നു. അപ്പോൾ നല്ല സുന്ദര ടി ടി ആയിരുന്നു. അമ്മയും സുന്ദരമ്മയും വായും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇതപ്പോൾ അങ്ങനെ അയ്യേന്ന് പറയാൻ സ്നാനമായി നോക്കിയത് ഒരു പ്രശ്നമില്ല. നിങ്ങളിതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. എന്നിട്ട് പഞ്ചാര അടിച്ച് കുറച്ച് തരാം, അത്രയേ ഉള്ളൂ. കുപ്പിയിലായി നോക്ക്. ഒന്നുമില്ല. ശരി എന്നാ. ഇപ്പം അമ്മയ്ക്ക് ഫുഡ് കഴിക്കണം. ഉടനെ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളിപ്പം. ഇപ്പം ഫുഡ് കഴിക്കണം. കയറി കഴിഞ്ഞാൽ ഫുഡ് വിശപ്പാ. വിശപ്പ് ഫുഡ് കഴിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. 2 പേരും അതെ സോസൊക്കെ മോഷ്ടിച്ച് വന്ന് ഇവിടെ കോഴിത്തരം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് 2 പേരും. എനിക്കൊരു കാര്യം മനസ്സിലാക്കി, എന്നെക്കാട്ടും വലിയ കാട്ടിലെ കോഴികളാണ് ഇവരുടെ. ഇതൊക്കെ ഇടും. കാണട്ടെ ടീച്ചേഴ്സിന്റെ തനിസ്വരൂപം. മോറൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിന്റെ തനിസ്വരൂപം കാണട്ടെ. വേണ്ട, കണ്ടോ നിങ്ങൾ? കേട്ടോ? അത് പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ടോ? അത് ഇന്ന് ക്രിസ്മസിന് വന്ന ഉണ്ണിയപ്പമില്ലേ, അത് അമ്മ ഉണ്ടാക്കിയതല്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അമ്മ ഉണ്ടാക്കിയതാണ്. വിശ്വസിക്കരുത് ഈ സ്ത്രീനെ. എവിടെ 2 ഫോൺ അഡിക്റ്റിനെയാണ് നിങ്ങൾ കാണുന്നത് കേസ്. അപ്പം ശരി ബൈ, ഞാനും പോയി ഫോൺ നോക്കാൻ പോകാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആൾക്കാരൊക്കെ വരുന്നേ. അപ്പം ഞാൻ ബാത്റൂമിൽ കയറിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം കുറച്ച് കുറച്ചും ആൾക്കാർ വന്നേക്കുമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ടിപ്പം പോവാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ടിപ്പോൾ പോയി കുറച്ച് നേരം നടന്ന് ഉറങ്ങാൻ പോവാണ്. രാവിലെ എണീക്കണം. ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ വേറെ ചെയ്യണോ. എനിക്കാണല്ലോ സിനിമ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. ബ്രഷ് ചെയ്യാൻ പോവാണ് കേസ്. സെക്കൻഡ് എ സി ആയതുകൊണ്ട് 3 തട്ടില്ലല്ലോ. നമുക്ക് ടോട്ടൽ 4 സീറ്റായിരിക്കും ഒരു സൈഡിലുണ്ടാവും. തേർഡ് എ സിയിലാണ് 6 സീറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മോളിൽ കയറാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ എന്നിട്ടും നമ്മളിതൊക്കെ ഒരു ടാസ്ക് പോലെ ചുമ്മാ കാണിക്കണല്ലോ. നമുക്ക് 3 പേർക്കും അപ്പറാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 3 പേർക്കും അപ്പറാട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം അമ്മ സെറ്റ് ചെയ്തു. ഞാൻ മോളിൽ കയറി. അമ്മ ഇപ്പം മോളിൽ കയറി, സുന്ദരി ഇപ്പം മോളിൽ കയറും. എന്നിട്ട് ഇരിക്കാറ്. ഞാനിപ്പോൾ ഉറങ്ങത്തൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാലും കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഉറങ്ങുക. ഇവർക്ക് കുശലം പറയാൻ പറ്റില്ല. ബിക്കോസ് അമ്മ അത് അവിടെ കാല് ഇതാക്കി കയറി നോക്കിയേ. ആ കാലിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട്. അമ്മ ആക്ച്വലി ഈ വഴി അമ്മ കയറണ്ടേ. അപ്പം ഇതിലില്ലേ. അപ്പം എന്ത് ചെയ്യും? അപ്പം അമ്മ കടക്കണ്ടെന്നാ. അതെ, സുന്ദരിയല്ലേ അതെ, സുന്ദരിയല്ലേ സുന്ദരി പറയുന്നത്. സുന്ദരിന്റെ സർക്കസ്. പ്രായമായിരിക്കണം. ഗുഡ് നൈറ്റ് ഗൈസ്.
ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എഴുതിയായി. അപ്പം എൻ്റെ അപ്പനമ്മനെ വിളിച്ചിട്ട് കേട്ടിട്ട് എണീറ്റു രാവിലെ തന്നെ. കുറച്ച് നേരം ഉറങ്ങാൻ സമ്മതിച്ചില്ല, എണീറ്റു. രണ്ടുപേരും ഇരിപ്പുണ്ട്, കാണിച്ചുതരാം. എണീറ്റു രാവിലെ തന്നെ. ഒരു സമാധാനമായിട്ട് കടന്നുറങ്ങാൻ സമ്മതിക്കില്ല. എണീറ്റു. അവിടെ മാറ്റിയിടാം, അങ്ങോട്ട് കാണട്ടെ. ഇവര് കുറേ നേരമായിട്ട് ഒരു 1/4 മണിക്കൂറായിട്ട് ഗോസിപ്പിങ്ങാണ്. അപ്പം ഞാൻ ഗോസിപ്പിംഗ് അല്ലാണ്ട് പിന്നെ എന്തായാലും പറയാ, എന്നെ പറ്റിയാ ഗോസിപ്പ് ചെയ്യുന്നത്. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്നെ പറ്റിയ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. അവരത്ര സംസാരിച്ചാൽ മതി. ഓക്കെ, അങ്ങോട്ടേക്ക് പോട്ടെ. എന്നിട്ട് ഇനി പറന്ന് എന്താ നിങ്ങൾ കേക്കട്ടെ. അതിനല്ല ഞാൻ വന്നത്. ഗോവയിൽ ആൾക്കാരൊന്നും വന്നില്ലേ. നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെല്ലാവരും സുഖമായിട്ട് തണുത്ത് വിറച്ച് കിടന്നുറങ്ങി. ഇനി ഞാൻ കുറച്ച് അവരോട് കുശലം പറഞ്ഞിട്ട് കുറച്ചൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് ട്രെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മളെന്താ കഴിക്കുന്നത്? അയ്യോ, ഇഷ്ടമാണ്. അപ്പൊ സുന്ദാനിന്റെ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? സുന്ദാനിന്റെ പിള്ളേരൊക്കെ ഓക്കെ. അപ്പൊ ശരി. രാവിലെ കുറച്ച് സ്കിൻ കെയർ റുട്ടീനാണ് നമുക്ക്. കുറച്ച് സൺസ്ക്രീനും കുറച്ച് ലിപ്സ്റ്റിക്കും ഇടണം. അമ്മ ഇടുന്നുണ്ടപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പരിപാടിയില്ല കണ്ടോ. അപ്പം ഞങ്ങളിവിടെ വന്നിരുന്ന് ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ബാഗ് തുറക്കാൻ മടിയാണ്. ഞാൻ അമ്മയുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ഇടുന്നത്. ഓക്കെ, എല്ലാ ചാത്തൻ ഷെയ്ഡും ആയിരിക്കും, നോക്കാം. അപ്പം എടുത്തിട്ട് ഗോവയിൽ പോയിട്ട് ക്രിസ്മസ് ചില്ലിങ് ആണ് അവരെല്ലാവരും. ഇങ്ങനെ ഇരുന്നോ? ഗോവയിൽ പോയിട്ട് നന്നായി അടിച്ചിട്ട് തൊള്ളായിരം അമ്മയ്ക്ക്. കണ്ട, ഇപ്പൊ മനസ്സിലായില്ലേ ആരുടെ ഇതാണ് കിട്ടിയത്? അമ്മ പൊട്ടം കളിയാണ്. ശരിയായി, കുറച്ചുകൂടെ കേട്ടോ. 3 ബ്രെഡ് ഓംലെറ്റ്. ഇനി ട്രെയിൻ ജേണിക്ക് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലെന്ന് വേണം. ഇതാ ആക്ടിങ് ബാബു നമ്പൂതിരി. What a taste, delicious. അപ്പം നമ്മളിതാ ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിക്കുന്നത്. അമ്മ ആദ്യം തന്നെ തട്ടി, അമ്മ ആദ്യം തന്നെ കഴിച്ചു. അപ്പം നമ്മളിതാ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ പോകണം. ഓക്കെ, അതെ. ഈ സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ചില ഏരിയാസിൽ കാണാൻ സൈറ്റ് സീയിങ് നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ വിൻഡോ സീറ്റിലിരിക്കുന്ന ഒരു ഭ്രമം ഉണ്ടെന്ന് നിൽക്കറിയില്ല. ഈ ബസ്സിൽ ചാടിക്കറി ഞാൻ വിൻഡോ സീറ്റിലിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ട്രെയിനിലും. കടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അമ്മയും ആൻറ്റിയും ഓൾറെഡി സൈഡായി. ഈ കാലത്തൊന്നും ഇങ്ങനൊരു ഉറക്കം ഞാനും സുനിതാൻ്റെ അമ്മയും ഉറങ്ങിയിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് ഉറങ്ങിയത്. നമ്മൾ എണീറ്റപ്പോഴേക്ക് ഇങ്ങനെ ഈറ്റയൊക്കെ ഇങ്ങനെ മാറ്റി അങ്ങനെയൊക്കെ എണീറ്റ്.
അത്ര സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു. അങ്ങനെ ഉറക്കം എണീറ്റ് പിന്നെ ഒരു അരമണിക്കൂറിൽ സ്റ്റേഷൻ എത്താനായിരുന്നു. നമ്മൾ എത്തുന്ന സ്ഥലം എത്താറായി. അപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ്. നമ്മളൊരു 10 മിനിറ്റിൽ നമ്മൾ സ്ഥലം എത്തുന്നതായിരിക്കും. പക്ഷെ ഈ സ്ഥലമല്ല ആ സ്ഥലം, ദിവനല്ല ധവൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. പക്ഷേ നമ്മളവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റിംഗ് ആണ്. കറക്റ്റ് സമയത്തല്ല, ട്രെയിൻ ഒരു അരമണിക്കൂർ ഡിലേ ആയിരുന്നു. എത്തട്ടെ അങ്ങോട്ടേക്ക്. വെൽക്കം ടു മുംബൈ. അപ്പൊ നമ്മൾ മുംബൈയിലാണ് എത്തിയേക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഒറിജിനൽ സ്ഥലം. നമ്മുടെ സ്ഥലം വേറെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ വേറൊരു ആന്റീനെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വേണ്ട. അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ വെൽക്കം ടു മുംബൈ ഗൈസ്. ഓക്കെ, എന്താ ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത? ഇനി ക്യാബ് പിടിച്ച് പോണം. ഓക്കെ, എന്തൊരു പൊടിയാണെന്നറിയാം. മൂക്കിലേക്ക് പൊടി കയറി 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 തുമ്മി ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഒരു ഊബർ ബുക്ക് ചെയ്തു. അത് കൺഫേം ആയി. അയാൾ പിന്നെ ക്യാൻസൽ ചെയ്ത് പിന്നെ കൺഫേം ആയിട്ടുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പാട്ടൊക്കെ പാടിയിട്ടോ അത്. ഓക്കെ, നോക്ക് ബാക്ക് മൊത്തം. നമ്മൾ ഡാലേനിന്റെ അടുത്തെത്തി. എന്തെങ്കിലും 2 വാക്ക് പറയൂ. ഓക്കെ, ഡാലിയന്റെ 3ാമത്തെ ആള്. ഡാലിയന്റെ ഹിസ്റ്ററി ഒക്കെ ഡാലിയനെ കണ്ടിട്ട് പറയാല്ലേ? അമ്മ ഇരിക്കാൻ നീ പറയാമെന്നു. സുനിതാന്റിനെ കിട്ടുന്നതിന് മുന്നേ, അതെ, സുനിതാന്റിനെ കിട്ടുന്നതിന് മുമ്പ് അമ്മയുടെ ബെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നിരിക്കും. ഞാനാണ് അശ്വരീരി ഇവിടെ 1996 മുതല്. ഓക്കെ, അപ്പൊ ശരി, എന്നാ ഞങ്ങൾ പോയിട്ട് കാണിച്ചിട്ട് ഇപ്പൊ ഡാലിയനെ കാണിച്ചു. ഹലോ ഹലോ, വീഡിയോ പിടിക്കണേ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ വൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടാ. ഞാൻ ഇതിലേക്ക് ഇടിച്ചു കയറിയെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ പരിപാടി? കേറ്, അകത്ത് കേറ്. 3 ബെസ്റ്റീസും കൂടെ ഒന്ന് കേറ്. അതെ, കേരളത്തിൽ നിന്ന് വരുന്നതാണ്. നിക്ക്, ഞാൻ ഒന്ന് ചെരുപ്പ് ചട്ടിയുടൊക്കെ വരും. ഇത് ഡാലിയനിന്റെ സ്പെഷ്യൽ മീൻകറിയാണ്. ഇതാ അതിന്റെ ഇടയ്ക്ക് ശല്യപ്പെടുത്താൻ വേണ്ടിട്ട് എന്റെ ചേച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉപകാരം ഇല്ല. അയ്യോ, അത് നടക്കില്ല. പൊക്കോ. അയ്യോ, പൊന്ന് വരുമ്പോ പൊന്നിന് മീൻകറി ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കി തരാം. അത് വേണ്ടായിരിക്കും. നീ എപ്പോ വരുവടി ഒന്ന് അത് കേക്കട്ടെ. പെട്ടെന്ന് വാ. അങ്ങനെ നീ വന്നാ പോരാ. നിങ്ങൾ കാണുന്നില്ലേ ഇത്? അമ്മ ഇവിടെ പാത്രം കഴുകത്തില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. അനിലങ്ങള് കാണുന്നുണ്ടോ ഇത്? പാത്രം കഴുകുന്നു. ഓക്കെ, പാത്രം കഴുകുന്ന എങ്ങനെയാന്ന് ഡെമോ വേണം.